കണ്ണൂർ വളക്കയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ ഒരു അപകടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതിൻ്റെ കാരണം ബസിൻ്റെ ബ്രേക്ക് പൊട്ടിയത് എന്നായിരുന്നു ഡ്രൈവറുടെ വാദം. എന്നാൽ അത് മോട്ടോർ വാഹന വകുപ്പ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാരണമാകുന്ന ഇത്രയും വലിയൊരു അപകടത്തിന് കാരണമായേക്കാവുന്ന മെക്കാനിക്കൽ തകരാറുകളൊന്നും ഈ വണ്ടിക്കില്ലായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ കണ്ടെത്തൽ. മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ രാജേഷിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മറ്റൊരു വിദ്യാർത്ഥി ഗുരുതരമായി ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. വിശദാംശങ്ങളുമായി നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഈ ഡ്രൈവർ ഈ അപകടം ഉണ്ടാക്കിയതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ വരുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും കണക്കുകൂട്ടുന്നത്? SK ഇന്നലെ അപകടത്തിന് ശേഷം ഈ ഡ്രൈവറുടെ വാദം, അതായത് മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും നൽകിയിട്ടുള്ള മൊഴി, ഈ ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് ബ്രേക്ക് പൊട്ടി അങ്ങനെ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണ് എന്നതാണ് ഡ്രൈവർ നിസാമുദ്ദീൻ നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ ആ മൊഴി പൂർണ്ണമായും തള്ളുന്ന ഒരു കണ്ടെത്തലാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് RTOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ബ്രേക്ക് പൊട്ടിയിട്ടില്ല, അത്തരത്തിലുള്ള സാങ്കേതിക തകരാറുണ്ടായിട്ടില്ല എന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ സ്കൂൾ ബസ് ഇപ്പോൾ ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചിട്ടുള്ളത്. ഈ സ്കൂൾ ബസ്സിൽ ഇന്നലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രാഥമിക പരിശോധന അവർ പൂർത്തീകരിച്ചിരുന്നു. ഈ ബസ്സിന് കാലപ്പഴക്കമുണ്ട്, 14 വർഷത്തെ കാലപ്പഴക്കമുണ്ട്. ഇതിൻ്റെ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞ മാസം 29-ന് അവസാനിച്ചിരുന്നു. പക്ഷേ ഗതാഗത വകുപ്പിൻ്റെ പുതിയൊരു ഉത്തരവുണ്ടായിരുന്നു, ഈ സ്കൂൾ ബസ്സുകൾക്ക് അടുത്ത വർഷം ഏപ്രിൽ മാസം വരെ ഈ ഫിറ്റ്നസ് കാലാവധി നീട്ടി നൽകാം എന്ന്. അതുകൊണ്ട് തന്നെ ഈ ബസ്സിന് ഈ റോഡിൽ ഇത് ഓടുന്നതിന് മറ്റ് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ഇതിന് ഇത്തരത്തിലുള്ള കാലപ്പഴക്കമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഇത് അപകടത്തിന് കാരണമാകുന്ന എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാർ ഈ ബസ്സിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എൻജിൻ തകരാറില്ല, ബ്രേക്ക് പൊട്ടിയിട്ടില്ല, മറ്റെന്തെങ്കിലും ഒരു മെക്കാനിക്കൽ തകരാറ് അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. അതായത് ഡ്രൈവറുടെ വാദം പൂർണ്ണമായും തെറ്റാണ് എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ അപകടത്തിന് കാരണമായി? നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ഈ സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ആ ലിങ്ക് റോഡിൻ്റെ ഇടതുവശത്ത്, ആ ഇറക്കത്തിൽ ഇടതുവശത്തുള്ള ഒരു മതിലിൽ ഈ ബസ് ആദ്യം ഇടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് വേഗതയിൽ നിയന്ത്രണം വിട്ട് ഈ സംസ്ഥാന പാതയിലേക്ക് ഇത് മലക്കം മറിഞ്ഞ് ബസ് മറിഞ്ഞു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ആ നിയന്ത്രണം വിടാനുണ്ടായ കാരണം എന്താണ്? അത് അമിത വേഗത മാത്രമാണോ? ഇപ്പോൾ ഇന്നലെ ഈ ഡ്രൈവർക്കെതിരെ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉയർന്നിരുന്നു. ഡ്രൈവർ ഈ അപകട സമയത്ത് ഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിരുന്നു. അത് ആ ആരോപണത്തെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ കൂടിയുണ്ട്. കൃത്യം 4:03 വൈകിട്ട് 4:03 ഈ അപകടം നടക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ ആ സമയം നമുക്ക് കാണാം. അതേ സമയത്ത് ഈ നിസാമുദ്ദീൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്ന് സംബന്ധിക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ നാട്ടുകാരുടെ പക്കലുണ്ട്. അത് MVDക്കും പോലീസിനും നാട്ടുകാർ കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ സൈബർ പരിശോധന കൂടി നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. പ്രത്യേകിച്ച് അത്തരമൊരു സെൻസിറ്റീവായ, യഥാർത്ഥത്തിൽ ഈ ഓടുന്ന ബസ്സിലിരുന്നു കൊണ്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക, മൊബൈൽ ഫോൺ നോക്കുക, വെള്ളം എടുത്ത് കുടിക്കുക, ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അക്ഷന്തവ്യമായ അപരാധമാണ് ഈ ഡ്രൈവർ ചെയ്തിട്ടുള്ളത്. കുട്ടികളെയും കൊണ്ട് പോകുന്ന സ്കൂളിൻ്റെ വണ്ടി ഓടിപ്പോകുന്ന സമയത്ത് ഡ്രൈവർ സ്റ്റാറ്റസൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ മൊബൈൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിശ്വസനീയമായ ഒരു കാര്യമാണ്. എന്തായാലും ഈ സ്കൂളുകളിലെ ഡ്രൈവേഴ്സിനെയൊക്കെ പ്രത്യേകം വിളിച്ചു വരുത്തി പ്രിൻസിപ്പലും അതേപോലെ ഹെഡ്മാസ്റ്ററും അതുപോലെ നമ്മുടെ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ PTO ഒക്കെ തന്നെ പ്രത്യേക ക്ലാസ്സുകൾ കൊടുക്കേണ്ട കാലമായിരിക്കും. കുഞ്ഞുങ്ങളുടെ ജീവനും കൊണ്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് എന്ന കാര്യം അവരെ വർദ്ധിത വീര്യത്തിൽ ബോധ്യപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു.